ബോറടിക്കുന്നില്ല, എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്താലോ? ഞാൻ ഫോണിലൊന്ന് നോക്കട്ടെ. തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയെന്ന് നോക്കട്ടെ. ഇതെന്തിട്ട് വീഡിയോ കണ്ടോക്കാം. ഓ, ബോൾ ഐസ്ക്രീം ആണല്ലേ. ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ. എടി, ഞാൻ ബോൾ ഐസ്ക്രീം വാങ്ങട്ടെ? ആ ചേട്ടാ, വാങ്ങിക്കോ. ആ ശരി, വാങ്ങാം. ഞാൻ പറക്കുന്ന വിളിച്ചു നോക്കാം. ഹലോ ചേട്ടാ, നിങ്ങളുടെ കടയുടെ പേര് പറയോ? ബോൾ ഐസ്ക്രീം അങ്ങനെ. ഓക്കെ, അങ്ങോട്ട് തന്നെ പോവാം. എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം, കാരണം ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ലല്ലോ. എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. ഓ, ഇവിടെ ഇന്ന് തണുക്കണ്, ആരും വാങ്ങാൻ പറ്റില്ലല്ലോ. ഓ, നന്നായി തണുക്കുണ്ട്. ഈ കുപ്പി ജീവിതം മതിയായി. ആ ചേട്ടാ, ഒരു ബോൾ ഐസ്ക്രീം ഒരെണ്ണം മതിയിട്ടാ. അതിലൊരു ടീസ്പൂണും കൂടി വേണം, എന്നാലും മറ്റൊരു റെഡിയൊക്കെ ആവുള്ളൂ. ഓ, എന്നെ വാങ്ങാൻ വീണ്ടും വന്നു. എന്നെ ഫുട്ബോൾ ആക്കിയിട്ട കാര്യമുള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനിയനെ അയാൾ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓ, ഈ ഐസ്ക്രീമിൻ്റെ ഇത് തീർന്നല്ലോ. ഓ, ഇത് കപ്പ് ഐസ്ക്രീമിൻ്റെ എന്താ കഴിഞ്ഞോലി? കഴിഞ്ഞ് ഇത് വെച്ചൊന്നും കളയും. ഇതെന്തായാലും ഇവിടെ എടുത്തേക്കാം. നാളെ എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ട് നല്ല എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. ആയിടാ, എടാ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഫുട്ബോൾ ഇല്ല, എന്തിനു ചെയ്യും? അതേ കളിക്കും. ഇതുകൊണ്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഇതുകൊണ്ട് ഫുട്ബോൾ കളിച്ചിട്ടാണെന്നുള്ളൂ. ഇതിലുള്ള കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ അടുപ്പ് വെച്ച് മൂടിയിട്ട് നമുക്ക് കളിക്കാം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. ഇതുകൊണ്ട് ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ നമ്മളാവും ഫുട്ബോൾ പ്ലെയർ. ഓ, അങ്ങനെയാണ് എൻ്റെ മാമൻ്റെ, അതായത് അനിയൻ്റെ ജീവിതം കഴിഞ്ഞു പോയത്. ഓ, കഷ്ടം. ദേ എന്നെ എടുക്ക, ആള് തന്നെ. വാ, എടുക്ക്. ആ ചേട്ടാ, ആ വന്നൂലേ? ഇനി ഇത് കൊണ്ടൊരു കലക്കും. ഓ, എന്നെ വെച്ച് ഇനി തീർക്കാൻ പോകണല്ലേ? ഫുട്ബോളും കളിക്കാലോ. ഓ,